ായ റബ്ബേ, അടിയങ്ങളായ ഞങ്ങളുടെ സർവ്വദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഇവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ ഔലിയാക്കളുണ്ടാകും, ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ദുആ സ്വീകരിക്കുന്നവരുണ്ട്, അഹ്ലു ബൈത്തുണ്ട്. അല്ലാഹുവേ, ഇവരെ എല്ലാവരെയും നിർത്തി പാവപ്പെട്ട ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇവിടെ സമ്മേളനത്തിന് ബുദ്ധിമുട്ടി വന്ന, കഷ്ടപ്പെട്ട് വന്ന എല്ലാ ആളുകൾക്കും അവരെ ബന്ധപ്പെട്ടവർക്കും നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. ലോകത്തിന്റെ നാനാഭാഗത്തും അള്ളാഹുവിന്റെ ദീനിന്റെ സേവനം കഴിവിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരോടൊപ്പം റഹ്മാൻ സഖാഫി ഊടും മുറക്കുമില്ലാതെ രാത്രിയും പകലുമില്ലാതെ ഓടുന്നു. ഞങ്ങൾ ഈ ഓടുന്നത് മുഴുവനും റബ്ബേ നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് റബ്ബേ. ഈ കോടിക്കണക്കിന് ഉറുപ്പിക ഞങ്ങളെ കൈകൊണ്ട് പിരിച്ചിട്ട് ഒരു 10 പൈസ പോലും ഞങ്ങൾ കമ്മീഷൻ എടുത്തിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. എന്നോട് പഠിച്ചത് തന്നെ ഞാൻ ഉപദേശിച്ച ഒന്നാമത്തെ ഉപദേശം, പേരോടിനോട് ഞാൻ ഉപദേശിച്ച ഒന്നാമത്തെ ഉപദേശം, സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ആദ്യമായി പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാമെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണെങ്കിലും ഞാൻ ഒരു ഗുരുനാഥൻ എന്ന നിലക്ക് ഞാൻ ആദ്യമായി 20 കൊല്ലത്തിന് മുമ്പ് ഉപദേശിച്ചത്, നമ്മുടെ സ്ഥാപനത്തിന് എന്ത് കിട്ടിയാലും 10 പൈസ പോലും കമ്മീഷൻ എടുക്കരുതേ. അല്ലാഹു നമുക്ക് ഇസ്സത്ത് തരും, അല്ലാഹു നമ്മുടെ കാര്യം നിറവേറ്റി തരും, അല്ലാഹു നമുക്ക് വസ്ത്രവും ഭക്ഷണവും വീടും സർവം തരും എന്ന് ഞാൻ പേരോടിനോട് പറഞ്ഞു. എന്റെ ശിഷ്യന്മാരോട് മുഴുവനും ഞാൻ ഉപദേശിക്കാറുള്ളത് അത് തന്നെയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ നിന്ന് പഠിച്ചു പോയ 7000-ഓളം വരുന്ന സഖാഫി പണ്ഡിതന്മാരോട് മുഴുവനും ഉപദേശിക്കുന്നത് ഇത് തന്നെയാണ്. പാവപ്പെട്ട ജനങ്ങൾ തരുന്ന ആ സംഖ്യയിൽ നിന്ന് കമ്മീഷൻ എടുക്കാൻ പാടില്ല. ഒരൊറ്റ ഉറുപ്പിക പോലും കമ്മീഷൻ എടുക്കാൻ പാടില്ല. അതെടുത്താൽ തെറ്റാണ്, അത് ഹറാമാണ്, അത് തിന്നാൻ പാടില്ലാത്തതാണ്. കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തിന്നിട്ട് വളരുന്ന ശരീരം, മാംസം, അത് നരകത്തിൽ കടക്കാൻ അർഹതയുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാനിത് തുറന്നു നിങ്ങളോട് പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് കാറിൽ ഓടാതെ ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല. കാറുണ്ടായാലും എത്താൻ കഴിയില്ല. എത്ര ദൂരം പോകണം. കാറുണ്ടായാലും എത്താൻ കഴിയില്ല, ഹെലികോപ്റ്റർ ഉണ്ടായാലും എത്താൻ കഴിയില്ല. അത്രയും അധികം പ്രവർത്തനങ്ങളാണ്. പക്ഷേ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾ ഇങ്ങനെ ഓടിയൊപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതിന് ഞങ്ങൾക്ക് കാറ് വാങ്ങിത്തരാൻ ആളുടെ കൽബിൽ അല്ലാഹു തോന്നിപ്പിക്കും. അതുപോലെ ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കി തരാൻ ആളുകളെ കൽബിൽ അല്ലാഹു തോന്നിപ്പിക്കും. ഞങ്ങൾക്ക് സംഭാവന തന്നതിന്റെ ശേഷം ഇത് നിങ്ങളുടെ കുട്ടികളുടെ ചെലവിന് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് തരാൻ മുഅ്മിനീങ്ങളെ കൽബിൽ അല്ലാഹു തോന്നിപ്പിക്കും. അപ്പോൾ അവർ തരും. അതുകൊണ്ട് ഞങ്ങളെ കാര്യം നടക്കും. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇവിടെ കുപ്രചരണം നടത്തുന്ന ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത്രയും അധികം വ്യക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. വല്ലാഹി വല്ലാഹി, ഞാൻ എന്റെ ജീവിതത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചിട്ട് ഒരു ഉറുപ്പിക കമ്മീഷൻ എടുത്തിട്ടില്ല. അതേ മാതൃകയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പിന്തുടർന്നിട്ടുള്ളത്. അദ്ദേഹം എടുത്തിട്ടില്ല. നമ്മുടെ ശിഷ്യന്മാരൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനം വളരെ ശക്തിയായി മുന്നേറാൻ റസൂലുള്ളാഹിയിൽ നിന്ന് വന്ന ചൈതന്യം, ശൃംഖല അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ ഇസ്സത്തോടെ അന്തസ്സോടെ എല്ലാ സമയത്തും നീ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനിയും നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളെ വളർത്താൻ തൗഫീഖ് നൽകണേ അല്ലാ.